എന്താ ഇത്ര പരിപാടി? കുറച്ച് പന്നി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പന്നിന്ന് കാണിച്ച് ഇത്രയുണ്ട്. 3/4 കിലോ മേടിച്ചല്ലേ? 3/4 കിലോളം മേടിച്ചല്ലേ? അത്രയൊക്കെ ഉണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ പന്നി കറിയും അല്ലെങ്കിൽ ഫ്രൈ ഒക്കെ വെക്കുക. എന്നത് മാറ്റി പിടിച്ചാണ് ചില്ലി പോർക്ക് ഉണ്ടാക്കിയത്. ചില്ലി പോർക്ക് ഉണ്ടാക്കാം. ചില്ലി പോർക്കാണ് നല്ല രസമാണ്, നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഒരു വെറൈറ്റി എപ്പോഴും പോർക്ക് വെറൈറ്റി തന്നെ, നമ്മളിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്ന സാധനമല്ല ചില്ലി പോർക്ക്. കുറേ ആയാലും ഉണ്ടാക്കിയിട്ട് ശരിയാണ്. നമുക്കത് നാളുണ്ടാക്കാം. നമുക്കിത് കഴുകാം. ഞാനത് കഴുകിയെടുക്കട്ടെ. കഷ്ണിച്ചത് ഉള്ളൂ. എന്നാൽ കഴുകി. ആദ്യം പോർക്ക് വേവിച്ചിട്ട് പിന്നെ അത് സോസ് ചെയ്യും. സോസിനകത്ത് ആദ്യം മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി എന്തോ ഇടുന്നുണ്ട്? മഞ്ഞപ്പൊടി കുറച്ച് മതി, അത് കണക്കൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി എന്നൊക്കെ പറയാൻ. പിന്നെ കുറച്ച് സാധാ മുളക് പൊടിയാണ്, 2 സ്പൂൺ. അത്യാവശ്യം ഉപ്പ് പാകത്തിന്. പതുക്കെ ഇളക്കിയിട്ട് നമ്മൾ ഒരു ഇച്ചിരി വെള്ളം താളിച്ചിടണം. അതിനകത്തുനിന്ന് വെള്ളമാണ്. വെള്ളം ഇച്ചിരി താളിച്ചിട്ട് നമുക്കത് അടുപ്പിൽ അപ്പം അതൊരു 2-3 വിസിലൊക്കെ ഇരിക്കട്ടെ. പോർക്ക് വേവുന്ന സമയത്ത് വെജിറ്റബിൾസ് ഒക്കെ കട്ട് വെക്കണം. വേറെ ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ കോട്ടത്തൊക്കെ നമ്മൾ സവോള പൊളിക്കുക, ഉള്ളി പൊളിക്കുക എന്നൊക്കെ പറയാം. പക്ഷെ തിരുവനന്തപുരം സൈഡിലൊക്കെ തൊലിക്കുക, ഉള്ളി തൊലിക്കുക, സവോള തൊലിക്കുക. ആദ്യമൊക്കെ തിരുവനന്തപുരത്ത് ഒരു തൊലിക്കാന്ന് കേൾക്കുമ്പോഴേ നമ്മളോടൊക്കെ അത് പെറിയത് എന്തോ പോലെയായിരുന്നു ഇവര് ഇങ്ങനെ പറയുമ്പോൾ. എനിക്കിതെപ്പോൾ അതുകൊണ്ട് എപ്പോൾ സവോള എടുത്താലും ഉള്ളി എടുത്താലും എനിക്ക് ഈ സാധനം വായി വരത്തുള്ളൂ. അവര് നോക്കുമ്പം ഉള്ളിയുടെ തൊലിച്ച് കളയും. അങ്ങനെയല്ല പറയാ. ഞാനതിന് മറുപടി ഒന്നും പറയാം. അത് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ. ഓരോ സ്ഥലത്ത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ തൃശ്ശൂര് ഞാൻ തൃശ്ശൂരിൽ സമയത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവിടെ നമ്മളിപ്പം പോന്ന് പറയില്ലേ, തൃശ്ശൂര് പോന്ന് പറഞ്ഞാൽ അവർക്ക് നാട്ടിപ്പായിക്കുന്നത് ഒന്ന് പോയേ ആ ഒരു രീതിയിൽ അവർ പറയാം. അങ്ങനെ പലതരത്തെ പല രീതിയിൽ നല്ല രസമാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കാവുന്നതാണ്. നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകാം. തക്കാളി എല്ലാം ക്യൂബായിട്ട് ചില്ലി പോർക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താണ്? അത്
മുളക് പോർക്കെന്നല്ലേ പറയുന്നത്, ചില്ലി പോർക്കിന്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വലിയ ഇഷ്ടമുണ്ട്. എനിക്ക് ചില സമയത്ത് ഇഷ്ടമാണ്, ചില സമയത്ത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ ചില്ലി ചിക്കൻ വെച്ചിട്ടാണ് കണ്ണി കിടന്ന് നല്ല ഇഷ്ടമാണ്. ഇരിക്കുന്നൊന്നുമല്ലോ. അങ്ങനെ ഞങ്ങൾ പച്ചക്കറി അരിഞ്ഞു വെച്ച് ഇഞ്ചി. ആദ്യം പച്ചമുളകും സവോളയും തക്കാളി അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടാത്ത കണ്ടമാനം നമ്മൾ സവോള ഇടണം. അരിഞ്ഞ് വെച്ച സവാള അപ്പം സവോള വാടി ഇനി എടുത്തത് പച്ചമുളക് ചെറുതായിട്ടൊന്ന് ഇളക്കുന്നു. പിന്നെ ക്യാപ്സിക്കം, ഇനി എടുത്തത് ചിലർ തക്കാളി ഇടും, ചിലർ തക്കാളി ഇടത്തില്ല. നമ്മൾ തക്കാളി ഇടും. എനിക്ക് തക്കാളി ഉള്ളതാണ് ഇഷ്ടം. അത് ഇടുമ്പോൾ കളർ നല്ല കളറില്ല, വെള്ള പച്ച ചുമല എല്ലാ കളറും. മഞ്ഞയില്ലല്ലോ. മഞ്ഞയാണ്. മഞ്ഞയുടെ നമ്മൾ മഞ്ഞ ക്യാപ്സിക്കം ഇല്ലായിരുന്നു, അതായത് മഞ്ഞ വെച്ചായിരുന്നു കാശ്മീരി ചില്ലി പൗഡർ കളറിന് ഇതൊക്കെയാണ്. ഇതാകുമ്പോൾ ഒരുപാട് എരിവും ഉണ്ടാകത്തില്ല. കളറും ഉണ്ടാവും. മെയിൻ സാധനം സോയ സോസ്. സോയ സോസ് ഇതാണ് എനിക്ക് നമ്മളിനി വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് സോറി പോർക്ക് നമ്മളതിനകത്തേക്ക് കുടഞ്ഞാൽ പോലെ അതാണ് ഈ വെള്ളമേ കോൺഫ്ലോർ കലക്കി വെക്കണം. പോർക്ക് നമ്മളതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യാന്നൊക്കെ പറയൂ. പരിഷ്കാരിയായിട്ടൊന്നുമില്ല, ഫാർമസി പഠിച്ചാൽ ഇതുപോലെ ആഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത് കയറി വരുന്നതാണ്. ഈ ചിലരുണ്ടല്ലോ ഇത് വെള്ളം വേണം, അതിനകത്ത് നമ്മൾ കോൺഫ്ലോർ കലക്കിയിട്ട് നമ്മളത് ഒഴിക്കാം, ഒരു തിക്നെസ് കിട്ടുന്നു. ചിലരുണ്ടല്ലോ ഈ സാധനം ഫ്രൈ ചെയ്ത് ഉണ്ടാക്കും, ചിലർ ഫ്രൈ ചെയ്യാണ്ടും ഉണ്ടാക്കും. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാണ്ടുണ്ടാക്കും. അടുത്ത ഉണ്ടാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്നുണ്ട്. ടേസ്റ്റ് വ്യത്യാസം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ രണ്ട് രീതിയിലും കണ്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ, പുറത്ത് വേവിച്ച സ്റ്റോക്ക്, അതിനകത്തോട്ട് കോൺഫ്ലവർ പുറത്ത് മിക്സ് ചെയ്തിട്ട് വേവിക്കുമ്പോൾ ആ തിക്നെസ് കിട്ടും. കുറച്ച് മൂടി വെക്കുക, തിളയ്ക്കട്ടെ, തിളച്ചൊന്ന് കുറുകട്ടെ.
നമ്മുടെ ചില്ലി പോർക്ക് റെഡിയായിരിക്കുന്നത്. നല്ല കൺസിസ്റ്റൻസിയായി അതൊക്കെ പിടിച്ചു. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ചപ്പാത്തി ഇച്ചിരി കട്ടിയുണ്ടെങ്കിലും പോർക്ക് നല്ല. ഞാനിവിടെ പറഞ്ഞല്ലേ കുറച്ചുകൂടെ എരിവുണ്ടെന്ന് അല്ലേ? എരിവ് കുറവല്ലേ? എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നി എരിവ്. മസാലയുടെ ഉപ്പ് നല്ല ഭംഗി.